രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ദുസ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ രാത്രി ഉറക്കം വരില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കിടന്ന് നേരം വെളുപ്പിക്കും. അതല്ലാതെ മറ്റു ചില ആളുകളുണ്ട്, അവർക്ക് രാത്രി കിടക്കാൻ പോകുന്ന ആ ഒരു സമയത്തായിരിക്കും പലവിധ ചിന്തകൾ അവരുടെ മനസ്സിൽ നിറയുന്നത്. ഒന്നില്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷനൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും. അതിങ്ങനെ ആലോചിച്ച് കിടന്ന് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അവരൊന്ന് ഉറങ്ങി കിട്ടുക. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാലോ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സ്വപ്നം കാണും, ഉണരും, പിന്നെ അവർക്ക് വീണ്ടും ഉറക്കം നഷ്ടപ്പെടും. അതേപോലെ മറ്റു ചില ആളുകളുണ്ട്, രാത്രി കാലങ്ങളിൽ പേടി, ഭയം, ഉത്കണ്ഠ, രാത്രിയിൽ ഞെട്ടല്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെയുള്ള ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ രാത്രി കാലങ്ങളിൽ ചില നാമജപാദികൾ നടത്തുകയാണ് എങ്കിൽ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു ദുസ്വപ്നങ്ങളും നിങ്ങൾ കാണുകയില്ല, ഒരു പേടിയും ഭയവും നിങ്ങളിൽ ഉണ്ടാവുകയില്ല. അപ്പൊ മഹാവിഷ്ണുവിന്റെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. മഹാവിഷ്ണുവിന്റെ ഈ ഒരു മന്ത്രം ജപിച്ച് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുകയാണ് എങ്കിൽ ആ കുടുംബവും നിങ്ങളെയും മഹാവിഷ്ണുവിന്റെ ആ ഒരു സംരക്ഷണ വലയത്തിലായിരിക്കും. അതുകൊണ്ട് ഒരു ദുഷ്ടശക്തികളും നിങ്ങളുടെ കുടുംബത്തിലേക്കോ നിങ്ങളുടെ മനസ്സിലേക്കോ കടന്നു വരികയില്ല. നല്ല രീതിയിലുള്ള ഉറക്കം നിങ്ങൾക്ക് ലഭിക്കാൻ അത് കാരണമാകും. അപ്പൊ ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നത് രാത്രിയിൽ നെഗറ്റീവ് എനർജിയുടെ ശക്തി കൂടുതലാണ്. അപ്പം ചിലപ്പോൾ മനസ്സ് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നെഗറ്റീവ് എനർജി വന്ന് പിടികൂടും. അതല്ലാതെ ചില ആളുകൾക്കൊക്കെ അവരുടെ മനസ്സ് പൊതുവെ ഡൗൺ ആയിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെയോടുകൂടി വന്ന് കിടന്ന് ഉറങ്ങുന്ന ആളുകളായിരിക്കും. അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മനസ്സിനെ ഇട്ടിങ്ങനെ എന്താ ചെയ്യാന്ന് ആലോചിച്ച് കിടക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ പൊതുവെ മനസ്സിന് ഒട്ടും ബലമില്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ ഏത് രീതിയിലുള്ള ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവരെ പെട്ടെന്ന് ഈ ഒരു നെഗറ്റീവ് എനർജി വന്ന് പിടികൂടും. അപ്പൊ അതുകൊണ്ടാണ് അവര് ദുസ്വപ്നങ്ങൾ കാണുന്നത്, രാത്രിയിൽ ഞെട്ടി ഉണരുക ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് എനർജിയെ തടഞ്ഞു നിർത്താനാണ് നമ്മൾ മഹാവിഷ്ണുവിനെ കൂട്ടുപിടിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്ത് വരികയേയില്ല. അപ്പൊ ആ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല ആരോഗ്യം കിട്ടത്തുള്ളൂ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോലിയിൽ നല്ല പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാവണം. അതല്ല, വീട്ടുജോലികളാണെങ്കിലും കുട്ടികളെ സ്കൂളിൽ അയക്കാനും വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും ഒക്കെ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവണം. അപ്പൊ രാത്രിയിൽ നമുക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേടിയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് എഴുന്നേൽക്കുകയൊക്കെയാണ് എങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവത്തില്ല. നമ്മളിങ്ങനെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും പല ജോലികളും ചെയ്യുന്നത്. അങ്ങനെ ഒരു ആടി തൂങ്ങി നിന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കും. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു മന്ത്രം ജപിച്ചോളൂ. മനസ്സിന് നല്ലൊരു സന്തോഷവും സുഖവും ഒക്കെ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മന്ത്രം ജപിക്കേണ്ടത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ്. അപ്പോൾ നമ്മൾ കട്ടിലിരുന്ന് നമ്മൾ 3 പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയാവും. അതേപോലെ തന്നെ നമ്മൾ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട് വന്ന് കിടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ശുദ്ധിയായതിനു ശേഷം വേണം ഈ ഒരു മന്ത്രം ജപിക്കാൻ. ആർത്തവ സമയത്തൊക്കെ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. എല്ലാ ദിവസങ്ങളിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പൊ ആ മഹാവിഷ്ണുവിന്റെ മന്ത്രം ഇതാണ്: അച്യുതം കേശവം വിഷ്ണും ഹരിം സത്യം ജനാർദ്ദനം ഹംസം നാരായണം കൃഷ്ണം ജപേത് ദുസ്വപ്ന സന്തായേ. അപ്പൊ ഈ മന്ത്രം 3 തവണ ജപിക്കുക. അപ്പൊ ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആദ്യ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് ജപിച്ചോളൂ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കാണാതെ ജപിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ച് മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു മന്ത്രം ജപിച്ച് ഉറങ്ങുക. ഒരു ദുസ്വപ്നങ്ങളും നിങ്ങളെ തേടി വരില്ല.
ഇനി ഇതല്ലാതെ മറ്റൊരു വഴിയുണ്ട്. അർജുനൻ 10 ജപിച്ച് കിടന്നാലും മതി. നിങ്ങൾക്ക് ദുസ്വപ്നങ്ങളൊന്നും കാണാതെ അന്നത്തെ ദിവസം സന്തോഷമായിട്ട് ആ രാത്രിയും അല്ലെങ്കിൽ പകലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ അർജുനൻ 10 ജപിക്കാം. അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാലും നമുക്ക് രാത്രികാലങ്ങളിലുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അർജുനൻ 10 എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. അർജുനൻ 10 ഇങ്ങനെയാണ്: അർജുനൻ ഫൽഗുണൻ പാത്തൻ വിജയനും വിസ്തൃതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ബീഭത്സവും സവ്യസാചിയും ഞാനെടോ. അപ്പോൾ ഈ ഒരു അർജുനൻ 10 ജപിച്ചിട്ട് കിടന്നാലും മതിയാകും കേട്ടോ. അതും വളരെ ശ്രേഷ്ഠമാണ്. പണ്ട് മുതലേ നമുക്കറിയാം, ഈ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് അർജുനൻ 10 പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അതും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ആ ഒരു മന്ത്രവും കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് കിടക്കുന്ന ആ ഒരു മന്ത്രം ഇതാണ്. ഈ ഒരു മന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹനുമാൻ, ഗരുഡൻ, ഭീമൻ എന്നിവർക്കായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു മന്ത്രമാണ് ഇത്. അപ്പൊ ഈ മന്ത്രം ജപിക്കുന്നത് നല്ല ഉറക്കത്തിനും മോശം സ്വപ്നങ്ങൾ കാണാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പൊ അതിതാണ് കേട്ടോ: രാമസ്കന്ധം ഹനുമന്തം വൈന്ദേയം മൃഗോദരം ശയനയ സ്മേരൻ നിത്യം ദുസ്വപ്നം തസ്യ നാശയതി. അപ്പൊ ഈ ഒരു മന്ത്രം ജപിച്ചാലും മതിയാവും നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ഭക്തരാണെങ്കിൽ ഇത് ജപിച്ചോളൂ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ മന്ത്രം ജപിച്ചോളൂ, അല്ലെങ്കിൽ അർജുനൻ 10 ജപിച്ചോളൂ. അപ്പൊ ഇന്നത് മാത്രമേ ജപിക്കാവുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ജപിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജപിച്ചിട്ട് ഉറങ്ങിക്കോളൂ. നിങ്ങൾക്ക് ദുസ്വപ്നങ്ങളൊന്നും കാണാതെ സന്തോഷമായിട്ട് നമുക്ക് രാത്രികാലങ്ങൾ കഴിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഏത് മന്ത്രം ജപിച്ചാലും നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും കൂടി തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാലും കൈയും കഴുകി ആ ഒരു പേടി സ്വപ്നം മാറാനായിട്ട് അവരെ ഏത് ഭഗവാനെയാണോ വിളിച്ച് നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുന്നത് അവരെ മനസ്സിൽ നിറച്ച് ദുസ്വപ്നങ്ങളൊന്നും കാണരുതേ എന്ന് പ്രാർത്ഥിച്ച് നല്ല ഉറക്കം നൽകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നല്ല മാറ്റം ഉണ്ടാവും. ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഇങ്ങനെ ദുസ്വപ്നവും കണ്ടുണരുന്നു, അല്ലെങ്കിൽ ഞെട്ടലുണ്ടാവുന്നു. അപ്പോൾ അവർക്കൊക്കെയാണ് എങ്കിലും ഈ ഒരു മന്ത്രം അമ്മമാര് ജപിച്ചാൽ മതിയാകും. അപ്പോൾ അവരൊന്നിലും നമ്മൾ കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ അവരുടെ ദേഹത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചോളുക. അപ്പോൾ ആ ഒരു ശക്തി കൊണ്ട് ആ കുഞ്ഞുങ്ങളെയും ആ ഒരു സംരക്ഷണ കവചം വന്ന് മൂടുന്നതാണ്. അപ്പോൾ അങ്ങനെയും ആ ഒരു പേടി സ്വപ്നത്തെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ മന്ത്രജപാദികളൊന്നും നടത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ സ്വയമേ മന്ത്രജപാദികളൊന്നും നടത്താറാകാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മമാർക്ക് ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അച്ഛന്മാർക്കാണെങ്കിലും അത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാതാപിതാക്കൾ ആര് ചെയ്താലും അതിന് നല്ല ഫലം തന്നെ ലഭിക്കും. അതല്ല കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി പഞ്ചലോഹമൊക്കെ പൂജിച്ച് അരയിൽ കെട്ടുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെയൊക്കെ ചെയ്താലും പേടി സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളൊക്കെ കാണാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മന്ത്രം നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.